ഷീജാസ് കൃഷ്ണൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നമ്മുടെ കുട്ടികൾക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ ഒരു സ്നാക്സാണ്. പൊട്ടറ്റോ നൂഡിൽസ് ഫിംഗർ. പൊട്ടറ്റോയും കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണ്, നൂഡിൽസും ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് നമ്മളൊരു സ്നാക്സ് ആക്കി എടുക്കുന്നു. ഇതെങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ 4 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഒരു 3 വിസിൽ വരെ കേൾപ്പിച്ച് വേവിച്ചെടുക്കാം. നാല് ഉരുളക്കിഴങ്ങും വേവിച്ചു, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് വലിയ ബൗളായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇടാം. നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പുഴുങ്ങി വെച്ച 4 പൊട്ടറ്റോയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഈ 4 ഐറ്റമാണ് ഇനി ചേർക്കേണ്ടത്. ഒരു സവാള ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, അത് ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഏറ്റവും ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി, മല്ലിയില ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എടുക്കേണ്ടത് മാഗിയുടെ നൂഡിൽസ് ആണ്. ഇപ്പോൾ ഏത് ഫ്ലേവർ വേണമെന്നൊന്നുമില്ല, ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം. മാഗിയുടെ നൂഡിൽസ് വേണമെന്നില്ല, ഏത് നൂഡിൽസ് നമ്മുടെ കയ്യിലുള്ളത് ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പാക്കറ്റ് പൊട്ടിക്കാതെ തന്നെ നമുക്ക് ചപ്പാത്തിക്കോലും കൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലുള്ള 2 മസാല പാക്കറ്റ് ഉണ്ട്, അതിങ്ങ് മാറ്റിയെടുക്കണം. അത് നമുക്ക് ആവശ്യമുണ്ട്. ക്രഷ് ചെയ്തെടുത്ത നൂഡിൽസ് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. മാഗി പാക്കറ്റിൽ നിന്ന് എടുത്ത മസാലയിൽ നിന്ന് ഒരു പാക്കറ്റ് മസാല, ഇതിപ്പം 2 പാക്കറ്റ് ഉണ്ട്, ഇതിൽ നിന്ന് ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കണം. ഒരു പാക്കറ്റ്, ബാക്കി ഒരു പാക്കറ്റ് ഉണ്ട്, അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് കോൺഫ്ലോർ കയ്യിലില്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. കോൺഫ്ലോർ എത്ര നമ്മൾ ചേർക്കുന്നതിനുള്ള മെഷർമെന്റ് ഞാൻ പറയാം. കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് എത്ര അളവ് ചേർത്തെന്ന് പറയാം. ഇപ്പം 2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാൻ 1 സ്പൂണ് കോൺഫ്ലവർ കൂടെ ചേർക്കുവാണ്. അപ്പൊ കറക്റ്റ് 3 ടേബിൾ സ്പൂണാണ് കോൺഫ്ലവർ ചേർത്തത്. ഇതെല്ലാം മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ച മാഗിയുടെ ഒരു പാക്കറ്റ് മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മാഗിയുടെ മസാല ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ലൂസ് ബാറ്ററാണ് നമുക്ക് വേണ്ടത്.
ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയ ശേഷം ഇതൊന്നും ഇങ്ങനെ ഷേപ്പ് ആക്കണം. ഇതേപോലെ അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏത് ഷേപ്പിലും ആക്കിയെടുക്കാം. റൗണ്ട് ഷേപ്പിലാക്കാം, ഓവൽ ഷേപ്പിലാക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിത് ഫിംഗർ ടൈപ്പിലാണ് ചെയ്യുന്നത്. കയ്യിലെടുത്ത് ബോൾസ് ആക്കിയ ശേഷം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ എല്ലാം ചെയ്തെടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാം. എല്ലാം ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഫിംഗർ ഷേപ്പിലാണ് എടുത്തത്. ഇത് കയ്യിൽ കുറച്ച് എണ്ണമയം പുരട്ടിയിട്ട് വേണം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ കയ്യിൽ മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി ഇത് എങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഇതിൽ ഡിപ്പ് ചെയ്ത ശേഷം നൂഡിൽസിലേക്കിട്ട് ഒന്ന് റോൾ ചെയ്ത ശേഷം ഇതിങ്ങനെ ഡിപ്പ് ചെയ്തെടുത്ത് ഓരോന്നാക്കി എടുത്ത് വയ്ക്കാം. ഇങ്ങനെ എല്ലാം ചെയ്തെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കരുത്. ഇതൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച ശേഷം മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കാവൂ. ഇത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫ്രീസറിലോട്ട് വെക്കുകയാണ്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം. ഇതാദ്യം ഫ്രീസറിലോട്ട് വെക്കാം. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതൊക്കെ തിരിച്ചിട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ബ്രൗൺ കളറാകും, ഉള്ളൊന്നും വേകാതെ ഇരിക്കും. മീഡിയം ഫ്ലെയിമിലാകുമ്പോൾ അതിൽ നിന്ന് വെന്ത് നല്ല ഫ്രൈ ആയി ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. കിച്ചൺ ടിഷ്യൂലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിത്. നല്ല ടേസ്റ്റായത് കഴിക്കാൻ. ചൂടോടെ കഴിക്കരുത്. കുറച്ചൊന്ന് തണുത്ത ശേഷം മാത്രമേ ഇത് കെച്ചപ്പ് കൂട്ടി കഴിക്കാവൂ. കൂടുതലെടുത്തിട്ട് എല്ലാം ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്യണമെന്നില്ല. അത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ പിന്നീട് ആവശ്യമുള്ളപ്പം കുട്ടികൾക്ക് എടുത്ത് കുറച്ച് ഫ്രൈ ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെയും ചെയ്യാം. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.
നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുതേ. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.